എടി നമ്മുടെ കടയിലൂടെ സാധനം ഇല്ല, ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? എടി ബ്യൂട്ടി പാർലറിന്റെ ഓണർ ഞാനാണെന്ന് എനിക്കൊരു മാങ്ങാത്തൊലി ചെയ്യാൻ അറിയില്ല. ഒന്ന് പറഞ്ഞിട്ട് കേൾക്കൊന്ന് പെട്ടെന്ന് ആ സാധനങ്ങൾ മേടിച്ചിട്ട്. ഹലോ ദൈവങ്ങളെ, ഒരാൾ പോലും വന്നേക്കരുത്, കുറച്ചു നേരം. എക്സ്ക്യൂസ് മീ. പഞ്ചായത്തിലെ ഏക അപ്രദേശം ഇവർ ചലിച്ചാൽ ഓപ്പണം കൂടെ പ്രായഭേദമല്ലേ ചലിക്കും. ഇവർ ചിരിച്ചാലോ ഓപ്പണം കൂടി ചിരിക്കുന്നു. ഇവരുടെ അംഗരാവണ്യം ഓപ്പണം കൂടി ഹരമാകും. എവിടെ? ജിജിമോള് സാധനം മേടിക്കാൻ വേണ്ടി കുറച്ച് 1/2 മണിക്കൂറിനുള്ളിൽ വരും. ഓ, എന്റെ ഫേവറേറ്റ് സ്റ്റാഫ് ജിജിമോളാണ്. എനിക്കറിയില്ലാതെ മാഡം, ഞാൻ ജിജിമോളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത് ഞാനാണ്. ഓക്കെ, അതെവിടെയായിക്കോളും മാഡം? No, that's not my favorite spot. എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം. സൊസൈറ്റി മീറ്റിംഗ് ഉണ്ട്, അപ്പം യുനോ. സൂസൻ മാഡം അല്ലേ? പക്ഷേ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ലിസി മാഡം അല്ലേ? അതറിഞ്ഞോ? പേരെന്താ? സരസ. മിസ് സരസ, ഞാനൊരു കാര്യം പറയാം. ഇപ്പോ പ്രസിഡന്റ് ഒക്കെ ലിസി ആയിരിക്കാം, പക്ഷേ ഞാനില്ലാതെ അവിടെ ഒരു ചുക്ക് നടക്കില്ല. അതായത് അവിടുത്തെ മെമ്പേഴ്സിന് ഇപ്പോഴും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനല്ല പ്രസിഡന്റ് എന്ന് പറയാം. ലിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. 10ാം ക്ലാസ് പൊട്ടിയത് അവിടെ. അത് പറഞ്ഞപ്പോഴാ അവിടെ ഞാൻ മീറ്റിംഗിൽ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞു. അപ്പൊ അവിടെ റെസ്പെക്ട് എഴുതാണ് റെപ്രസെന്റേറ്റീവ് എഴുതാ. ഞാനോ ബ്യൂട്ടി പാർലറിൽ ബിരിയാണി കഴിക്കാൻ വന്നതാ. Very naughty. Oh, Lizzy, your saree is so beautiful. Oh, is it? ഇതിന്റെ ഹസ്ബൻഡ് റഷ്യയിൽ നിന്ന് വന്നിട്ട് വന്നതാണ്. ഇതെന്താ നൂലൊക്കെ പൊന്നിട്ടുണ്ടല്ലോ? ഇത് റഷ്യൻ ഫാഷനാ, നൂൽ പൊങ്ങിട്ടൊന്നുമല്ല. ഓ, റഷ്യയിലൊക്കെ മതം സാരിയാണ് എഴുതുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതെന്താ ഈ കല്ലില്ലേ? ഈ കല്ലിന്റെ കഥ പറയുന്നത് അത് വലിയൊരു കഥയാണ്. എന്ന് പറയണ്ട, എനിക്ക് പോയിട്ട് ഒരു പണിയുണ്ട്. ഇതിപ്പോ പണിയായിരിക്കും. ഗോൾഡൻ ഫേഷ്യൽ. ഗോൾഡൻ ഫേഷ്യൽ എന്ന് എനിക്ക് വെള്ളം കൂടി ഫ്രൂട്ട് ഫേഷ്യൽ ആയിക്കോട്ടെ. ചീന മഴക്കില്ല. അല്ല, നിങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അപ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ പാടില്ല. ഹായ് മാഡം. അപ്പൊ എന്താ പറഞ്ഞേ? ഗോൾഡൻ ഫേഷ്യൽ അല്ലേ? ഓക്കെ. സൂസൻ മാഡം, മറ്റേ കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ വെച്ച് ഞാൻ സൂസൻ മാഡത്തിന് ഏതൊരു പയ്യനായിട്ട് ഞാൻ കണ്ടിരുന്നു കൂടെ പോകുന്നത്. ആരത്? അതെന്റെ ഹസ്ബൻഡ്. ഹസ്ബൻഡോ? അത് സരസൂന് അറിയില്ല. സൂസന്റെ ഹസ്ബൻഡ് സൂസനേക്ക് പ്രായം കുറവാ. കണ്ട മോനാണെന്നേ പറയാം. കഥ പോയോണ്ടി. വെരി ഫൺ. മാഡത്തിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അയ്യോ, എത്ര കല്യാണം കഴിഞ്ഞു ചോദിക്കേ? ലിസി, എത്ര കല്യാണം കഴിഞ്ഞു? 2, 3, അതോ 4? അവളെ വീട്ടിൽ ജോലി തീർക്കാൻ പറ്റാതിട്ട് ആഴ്ചയിൽ കല്യാണം കഴിക്കില്ല. പടി ഫേഷ്യൽ പെട്ടെന്ന് അവിടെ പിന്നെ തുടങ്ങാം. അയ്യൊക്കെ കത്രികൊക്കെ എന്റെ ഹെയർ ഒക്കെ പെർഫെക്റ്റ്. ഇത് ഗോൾഡൻ ഫേഷ്യൽ കട്ടിയ അങ്ങനെയല്ലേ? ഇത് ഫ്രൂട്ട് ഫേഷ്യൽ കട്ടിയ. സൂസൻ മാഡം, സൂസൻ മാഡത്തിനെ സിനിമയിൽ എടുത്തു എന്തൊരു റൂമർ കേട്ടു. ഇവിടെ അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാ. എന്നെ മമ്മൂക്കന്റെ സിനിമയിൽ എടുത്ത മമ്മൂക്കയുടെ അമ്മയായിട്ടല്ല, സെക്കൻഡ് ഹീറോയിനായിട്ട്. സെക്കൻഡ് ഹീറോയിൻ 2 സെക്കൻഡ് സ്ക്രീനിൽ. അല്ല, അപ്പൊ ലിസി മാഡം അല്ലേ ഇപ്രാവശ്യത്തെ മീറ്റിംഗിന് ചാക്കോച്ചനെ കൊണ്ടുവരുന്നുണ്ടെന്ന്? അത് അറിഞ്ഞുവല്ലേ? അറിഞ്ഞു. ഞാൻ വിളിച്ച ചാക്കോച്ചന് നോ പറയാൻ പറ്റുമോ? അത്രയ്ക്കുണ്ട് ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധം. ആത്മബന്ധം. ഇവിടെ ശല്യക്കാരാണ് ഞങ്ങളുടെ റെസിഡൻസി ഏരിയയിൽ നിന്ന് വീട് മാറിപ്പോയത്. ഞാനും പ്രിയും ഇപ്പോഴും അത് പറഞ്ഞിരിക്കും. നിങ്ങൾ 2 പേരുടെയും പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളുടെ കണ്ണുകളാണ്.
കഴിഞ്ഞാല് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് മാഡത്തിന് വേണം. എനിക്ക് വേറെ ഇതിൽ വിറ്റാമിൻ സി ഉണ്ട് മാഡം. ABC പോലും അറിയാത്തവളോട് A to Z. അല്ല ലിസി മാഡം, ഞാൻ കുറെ നാളായിട്ട് ചോദിക്കണമെന്ന് കരുതുന്നു. മാഡം എന്തത്ര മെലിഞ്ഞിരിക്കുന്നേ? അത് സർസു, ഞാൻ എന്ത് കഴിച്ചാലും എന്റെ ശരീരത്തെ പിടിക്കില്ല. എന്തൊക്കെ കഴിച്ചോട്ടെ അത് ഒന്നും എന്റെ ശരീരത്തെ പിടിക്കില്ല. ഞാൻ 0 സൈസ് അല്ലേ? 0 സൈസ് ഇത് അതിനും താഴെയാ, -degree. പിന്നെ നിന്റെ വിചാരം എന്താ? നീയാണ് 0 സൈസ് എന്തോ? കറക്റ്റാ. കണ്ടില്ലേ, വട്ട് വിട്ട പോലെ ഒരു പൂജ്യം, ഒരു ഷേപ്പും ഇല്ല. എന്തൊക്കെ ചെയ്യാ? ത്രെഡിങ് വല്ലതും? ത്രെഡിങ് വേണ്ട, ഫ്രൂട്ട് ഫേഷ്യൽ. ഫ്രൂട്ട് ഫേഷ്യൽ, ഫ്രൂട്ട് ഫേഷ്യൽ. ഗോൾഡൻ ഫേഷ്യൽ? അതെ, ഗോൾഡിനെ കടി വല്ലതൊന്നുമില്ല. ഇപ്പൊ ശരിയാക്കി തരാം. സൂസൻ മാഡം, സൂസൻ മാഡം നന്നായിട്ട് പാടുമെന്ന് കേട്ടു. അത് ഇവിടെയും പാട്ടായോ? എന്നോട് പാടാൻ പറയരുത് പ്ലീസ്. പാടാൻ പറയുന്നില്ല, ഞാൻ പാടും. അല്ല വേണ്ട, ഞാൻ പഠിക്കോളാം. എനിക്ക് മലയാളത്തിലെ പാട്ട് അത്ര ഇപ്പൊ കുറെ കാലം ഇപ്പൊ കേട്ടിട്ട്, അതുകൊണ്ട് എനിക്ക് അപ്പൊ ഞാനിങ്ങനെ ഇംഗ്ലീഷ് പാട്ട് മാത്രം കേൾക്കാറ്. മലയാളം പാട്ടിൽ വരുമ്പോ പക്ഷെ മാഡം നല്ല പാടുന്നത്, മാഡം പാടിക്കോ. മലയാളി പെണ്ണിനും ഉരുക്കാൻ കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. മാഡം ഒന്ന് പാടി നോക്കിക്കേ. ഞാൻ പാടാം. മാഡത്തിന് സെറ്റ് അറിയാൻ തുടങ്ങി. മാഡത്തിന്റെ തുടച്ചില്ല. എങ്ങനെയുണ്ട് മാഡം? എഫക്ട് എങ്ങനെയുണ്ട്? വല്ലാതെ പുകയുന്ന പോലെ. കേട്ടിട്ടില്ലേ? കേസ് എന്താണെന്ന് അറിയില്ല. വീട്ടിൽ ചൈനീസ് കാറ്റഡ് വെച്ച് കാറ്റുകൊടുക്കണം. ആരും കണ്ണു തുറക്കരുത്. ഇല്ല, 5 മിനിറ്റ് പഠിക്കാൻ കണ്ണു സൂസൻ മാഡം. ഓ എസ് മാഡം. ഓ തുറന്നു. തുറക്കട്ടെ? 3, 2, 1. സരസു, സരസു, സരസു. എസ് മാഡം. ഇവിടെ വാ. ഇതെങ്ങനെ ചെയ്തത്? ഇതെങ്ങനെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ്? I look so beautiful. Wow. Wow. നല്ല ഭംഗിയുണ്ട്. ഞാൻ കൂടുതൽ ചുമന്ന പോലെ. അതേക്കാൾ ചുമന്നിരിക്കുന്നു. ഈ കവിളുകൾ ഓൾറെഡി ചുമന്നിട്ട് കവിളുകൾ പിന്നെ ചുമന്ന പോലെ. എന്റെ മുഖത്ത് മൊത്തം ചുമന്നു. Oh my God. I'm so happy. ഇതിന് ഞാൻ യൂഷ്വലി 650 ആണ് കൊടുക്കാറ്. സരസൂര് ഞാന് 1000 തരും. സരസു, ഞാൻ യൂഷ്വലി 1000 ആണ് കൊടുക്കാറ്. ഞാനൊരു 1500 അങ്ങോട്ട് വെക്കുന്നു. എന്നാ പിന്നെ ഞാനൊരു 100 കൂടി. ഞാനൊരു 50 കൂടെ വെച്ചു. ഞാനൊരു 20 കൂടി. ഞാനൊരു 10 കൂടെ വെച്ചു. ഞാനൊരു 10 കൂടി. ഞാനൊരു 5 കൂടെ വെച്ചു. ഞാനൊരു 10. ഞാൻ 25 പൈസ കൂടെ വെച്ചു. 5 രൂപ. അപ്പൊ പിന്നെ ഇനി മുതൽ എനിക്ക് ജിജിമോളെ വേണ്ട. നീയാണ് എന്റെ സരസുമോള്. ജിജിമോളെ, നീ മേടിച്ചേ? ഫേഷ്യൽ കിറ്റ് കറി മേടിച്ചില്ലേ? പേടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, ഒരു